മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് നമ്മുടെ ദേവസ്വം ബോർഡ് LD-യിലെ കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പദനിഷ്പാദനം. ഈ പദനിഷ്പാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പദങ്ങളെ പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും അതുപോലെ നമ്മൾ ഘടകപദങ്ങളാക്കുക അല്ലെങ്കിൽ വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ള രീതിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ്. അപ്പോൾ അതിൽ ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. നോക്കുക, വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യയങ്ങൾ ചേർത്തും പദനിഷ്പാദനം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുമുള്ള ശേഷി എന്നാണ്. അപ്പം ഈ ഒരു ഭാഗം കേൾക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പദങ്ങളെ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, പിന്നെ എന്നിട്ട് എന്താണ് പറയുന്നത്, നമ്മൾ ഘടകപദങ്ങളാക്കുക. അപ്പം നമ്മളിന്ന് ഘടകപദങ്ങളാക്കുന്ന ആ ഒരു ഭാഗമാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ കണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും പിന്നെ വിഗ്രഹിക്കുക ഒക്കെ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സസ്നേഹം എന്ന പദം നമ്മൾ ഘടകപദങ്ങളാക്കുന്നത് എങ്ങനെയാണ്? സ്നേഹത്തോടു കൂടി, സസ്നേഹം സ്നേഹത്തോടു കൂടി. സവിനയം വിനയത്തോടു കൂടി, സസ്നേഹം സ്നേഹത്തോടു കൂടി. സവിനയം എന്താണ്? വിനയത്തോടു കൂടി. സാഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ? അഭിമാനത്തോടു കൂടി. സധൈര്യം ധൈര്യത്തോടു കൂടി, സധൈര്യം ധൈര്യത്തോടു കൂടി. ഹാസം ചിരിയില്ലേ? ഹാസത്തോടു കൂടി. സാനന്ദം ആനന്ദത്തോടു കൂടി, സാനന്ദം ആനന്ദത്തോടു കൂടി. സോൾഖണ്ഡം ഉത്കണ്ഠയോടു കൂടി, സോൾഖണ്ഡം ഉത്കണ്ഠയോടു കൂടി. അപ്പൊ സസ്നേഹം സ്നേഹത്തോടു കൂടി, സവിനയം വിനയത്തോടു കൂടി, സാഭിമാനം അഭിമാനത്തോടു കൂടി, സധൈര്യം ധൈര്യത്തോടു കൂടി, സഹാസം ഹാസത്തോടു കൂടി, സാനന്ദം ആനന്ദത്തോടു കൂടി, സോൾഖണ്ഡം ഉത്കണ്ഠയോടു കൂടി. അപ്പൊ സസ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി, സവിനയം വിനയത്തോടു കൂടി, സാഭിമാനം അഭിമാനത്തോടു കൂടി, സധൈര്യം ധൈര്യത്തോടു കൂടി, സഹാസം ഹാസത്തോടു കൂടി, സാനന്ദം ആനന്ദത്തോടു കൂടി, സോൾഖണ്ഡം ഉത്കണ്ഠയോട് കൂടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഘടകപദങ്ങളാക്കുന്നത്. സസന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തോടു കൂടി എന്നാണ്. സരസം രസത്തോടു കൂടി, അല്ലെ? സരസം രസത്തോടു കൂടി. പ്രതിപദം പദം തോറും, പ്രതിപദം പദം തോറും. പ്രതിമാസം മാസം തോറും, പ്രതിമാസം മാസം തോറും. പ്രതിദിനം ദിനം തോറും, പ്രതിദിനം ദിനം തോറും. പ്രതിവർഷം വർഷം തോറും, പ്രതിവർഷം വർഷം തോറും. പ്രത്യുഷസ് ഉഷസ് തോറും, പ്രത്യുഷസ് ഉഷസ് തോറും. അനുനിമിഷം നിമിഷം തോറും. അപ്പൊ സന്തോഷം സന്തോഷത്തോടു കൂടി, സരസം രസത്തോടു കൂടി, പ്രതിപദം പദം തോറും, പ്രതിമാസം മാസം തോറും, പ്രതിദിനം ദിനം തോറും, പ്രതിവർഷം വർഷം തോറും, പ്രത്യുഷസ് ഉഷസ് തോറും, അനുനിമിഷം നിമിഷം തോറും. അനുയോജ്യം യോജിച്ചതുപോലെ, അനുയോജ്യം യോജിച്ചതുപോലെ. അനുപദം പദം തോറും അല്ലെങ്കിൽ പദം പോലെ. അനുദിനം ദിനം തോറും അല്ലെങ്കിൽ ദിനം പോലെ. യഥാകാലം കാലത്തിന് അനുസരിച്ച്. അനുയോജ്യം യോജിച്ചതുപോലെ, അനുപദം പദം തോറും, അനുദിനം ദിനം തോറും. യഥാകാലം കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലം പോലെ, കാലം പോലെ. യഥാസമയം സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയം പോലെ, സമയം പോലെ. യഥേഷ്ടം ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഇഷ്ടത്തിന് അനുസരിച്ച്. യഥോചിതം ഉചിതം പോലെ അല്ലെങ്കിൽ എന്താണ് ഉചിതമനുസരിച്ച്, ഉചിതമനുസരിച്ച്.
യഥാക്രമം ക്രമമനുസരിച്ച് അല്ലെങ്കിൽ ക്രമം പോലെ. യഥാക്രമം ക്രമമനുസരിച്ച് അല്ലെങ്കിൽ ക്രമം പോലെ. അപ്പൊ അനുയോജ്യം യോജിച്ചതുപോലെ, അനുപദം പദം തോറും, അനുദിനം ദിനം തോറും, യഥാകാലം കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലം പോലെ, യഥാസമയം സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയം പോലെ, യഥേഷ്ടം ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച്, യഥോചിതം ഉചിതം പോലെ അല്ലെങ്കിൽ ഉചിതം അനുസരിച്ച്, യഥാക്രമം ക്രമം അനുസരിച്ച് അല്ലെങ്കിൽ ക്രമം പോലെ. യഥാവിധി വിധിക്കനുസരിച്ച് അല്ലെങ്കിൽ വിധി പോലെ. യഥാവിധി വിധി അനുസരിച്ച് അല്ലെങ്കിൽ വിധി പോലെ. സന്തോഷപൂർവം സന്തോഷത്തോടു കൂടി. ആദരപൂർവം ആദരവോടു കൂടി. അഭിമാനപൂർവം അഭിമാനത്തോടു കൂടി. ഭക്തിപൂർവം ഭക്തിയോടു കൂടി. സ്നേഹപൂർവം സ്നേഹത്തോടു കൂടി. ഗാന്ധർവ വിധി ഗാന്ധർവം എന്ന വിധി. മാതൃഭൂമി പത്രം മാതൃഭൂമി എന്ന പത്രം. നോക്കിയ യഥാവിധി വിധിക്കനുസരിച്ച് അല്ലെങ്കിൽ വിധി പോലെ. സന്തോഷപൂർവം സന്തോഷത്തോടു കൂടി. പൂർവ്വം വരുമ്പോഴൊക്കെ കൂടി എന്ന് പറഞ്ഞാണ് അതിന് വിശദീകരിക്കേണ്ടത്. ആദരപൂർവം ആദരവോടുകൂടി. അഭിമാനപൂർവം അഭിമാനത്തോടു കൂടി. ഭക്തിപൂർവം ഭക്തിയോടുകൂടി. സ്നേഹപൂർവം സ്നേഹത്തോടു കൂടി. ഗാന്ധർവ വിധി ഗാന്ധർവം എന്ന വിധി. മാതൃഭൂമി പത്രം മാതൃഭൂമി എന്ന പത്രം. ഒരു പേരെടുത്ത് പറയുമ്പോഴേ എന്ന ചേർത്ത് വിഗ്രഹിക്കുക കേട്ടോ. അപ്പൊ ഗാന്ധർവം ഒരു പേരാണ്, ഒരു വിധിയുടെ പേര് ഗാന്ധർവം, അതുപോലെ ഒരു പത്രത്തിന്റെ പേര് മാതൃഭൂമി, അതുകൊണ്ട് എന്ന് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഭീമരാജാവ് ഭീമൻ ഒരു പേരല്ലേ, ഭീമൻ എന്ന രാജാവ്. ഹിമാലയ പർവ്വതം ഹിമാലയം എന്ന പർവ്വതം. സഹ്യപർവ്വതം സഹ്യൻ എന്ന പർവ്വതം. ഇതൊക്കെ നളൻ നൃപൻ നളൻ എന്ന നൃപൻ. കേരള രാജ്യം കേരളം എന്ന രാജ്യം. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു പേരാണ്. പേര് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്ന് ചേർത്ത് വിഗ്രഹിച്ചു. ഭീമരാജാവ് ഭീമൻ എന്ന രാജാവ്. ഹിമാലയ പർവ്വതം ഹിമാലയം എന്ന പർവ്വതം. സഹ്യപർവ്വതം സഹ്യൻ എന്ന പർവ്വതം. നളനൃപൻ നളൻ എന്ന നൃപൻ. കേരള രാജ്യം കേരളം എന്ന രാജ്യം. ഓക്കെ അല്ലേ. അടുത്ത് നോക്കിയേ, ഹൃദയഭാവം. ഹൃദയഭാവം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ ഭാവമാണ്. ഹൃദയത്തിൻ്റെ ഭാവം എന്നൊക്കെ ഓരോരുത്തർ ഘടകപദങ്ങളാക്കും, തെറ്റാണ്. ഹൃദയത്തിലെ ഭാവമാണ് ഹൃദയഭാവം. മാതൃസ്നേഹം മാതാവിൻ്റെ സ്നേഹമെന്നോ മാതാവിനോടുള്ള സ്നേഹമെന്നോ പറയാം. മാതൃസ്നേഹം മാതാവിൻ്റെ സ്നേഹമെന്നോ മാതാവിനോടുള്ള സ്നേഹമെന്നോ പറയാം. ഓക്കെ അല്ലേ. കളിവണ്ടി. കളിവണ്ടി കളിക്കുന്നതിനുള്ള വണ്ടിയാണ്. കളിവണ്ടി കളിക്കുന്നതിനുള്ള വണ്ടി. കലാസ്വാദനം കലയുടെ ആസ്വാദനമാണ് കലാസ്വാദനം. കലാസ്വാദനം കലയുടെ ആസ്വാദനം. ദേഹാധ്വാനം ദേഹാധ്വാനം ദേഹം കൊണ്ടുള്ള അധ്വാനം അല്ലേ. ദേഹാധ്വാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദേഹം കൊണ്ടുള്ള അധ്വാനമാണ്. ശിക്ഷാവിധി ശിക്ഷാവിധി ആണെങ്കിലോ ശിക്ഷയുടെ വിധിയാണ്. ശിക്ഷാവിധി ശിക്ഷയുടെ വിധി. മേഘമാർഗം മേഘത്തിൻ്റെ മാർഗമാണ്. മേഘമാർഗം മേഘത്തിൻ്റെ മാർഗം. പ്രഭാപൂരം പ്രഭയുടെ പൂരം. പ്രഭാപൂരം പ്രഭയുടെ പൂരമാണ്. തലവേദനയോ തലയിലെ വേദനയോ തലവേദന തലവേദന തലയിലെ വേദന. ആട് വളർത്തൽ ആടിനെ വളർത്തൽ. ആട് വളർത്തൽ ആടിനെ വളർത്തൽ. അപ്പൊ നോക്കിയേ, കളിവണ്ടി കളിക്കുന്നതിനുള്ള വണ്ടി. കലാസ്വാദനം കലയുടെ ആസ്വാദനം. ദേഹാധ്വാനം ദേഹം കൊണ്ടുള്ള അധ്വാനം. ശിക്ഷാവിധി ശിക്ഷയുടെ വിധിയാണ്. മേഘമാർഗം മേഘത്തിൻ്റെ മാർഗമാണ്. പ്രഭാപൂരവോ പ്രഭയുടെ പൂരം. തലവേദന തലയിലെ വേദന. ആട് വളർത്തൽ ആടിനെ വളർത്തൽ. ആട് വളർത്തൽ ആടിനെ വളർത്തൽ. ഓക്കെയാണോ. അടുത്ത നോക്കിക്കേ, പ്രിയജന വിരഹം. എന്താ പ്രിയജന വിരഹം? അങ്ങനെ വിഗ്രഹിക്കാം. പ്രിയജനങ്ങളുടെ വിരഹം. പ്രിയജനങ്ങളുടെ വിരഹം. കാലാതീതം കാലത്തിന് അതീതമായതാ കാലാതീതം. കാലത്തിന് അതീതമായതാണ് കാലാതീതം. വഴിയമ്പലം വഴിയിലെ അമ്പലം. വഴിയമ്പലം വഴിയിലെ അമ്പലമാണ്. ദേഹാഭിമാനം ദേഹത്തോടുള്ള അഭിമാനമാണ്. ദേഹാഭിമാനം ദേഹാഭിമാനം ദേഹത്തോടുള്ള അഭിമാനം.
മനഃശക്തിയാണെങ്കിലോ മനസ്സിൻ്റെ ശക്തിയാണ്. മനഃശക്തി, മനസ്സിൻ്റെ ശക്തി. വേഴാമ്പൽ പക്ഷി, വേഴാമ്പൽ എന്ന പക്ഷി, വേഴാമ്പൽ പക്ഷി, വേഴാമ്പൽ എന്ന പക്ഷി. ഹിമാലയ പാർശ്വം, ഹിമാലയത്തിൻ്റെ പാർശ്വമാണ്. ഹിമാലയ പാർശ്വം, ഹിമാലയത്തിൻ്റെ പാർശ്വം. അപ്പൊ പ്രിയജന വിരഹം, പ്രിയജനങ്ങളുടെ വിരഹം. കാലാതീതം, കാലത്തിന് അതീതമായത്. വഴിയമ്പലം, വഴിയിലെ അമ്പലം. ദേഹാഭിമാനം, ദേഹത്തോടുള്ള അഭിമാനം. മനഃശക്തി, മനസ്സിൻ്റെ ശക്തി. വേഴാമ്പൽ പക്ഷി, വേഴാമ്പൽ എന്ന പക്ഷി. ഹിമാലയ പാർശ്വം, ഹിമാലയത്തിൻ്റെ പാർശ്വം. ഓക്കെ അല്ലേ? തടിക്കഷണം, തടിയുടെ കഷണമാണ് തടിക്കഷണം. തടിയുടെ കഷണം അല്ലേ? വഴിവിളക്ക്, വഴിയിലെ വിളക്കാണ് വഴിവിളക്ക്. വഴിവിളക്ക്, വഴിയിലെ വിളക്ക്. കുപ്പിവള, കുപ്പി കൊണ്ടുള്ള വളയാ കുപ്പിവള. കോപാശ്രു, കോപം കൊണ്ടുള്ള അശ്രു. കോപാശ്രു, കോപം കൊണ്ടുള്ള അശ്രു. യമുനാ തീരം, യമുനയുടെ തീരം. യമുനാ തീരം, യമുനയുടെ തീരം. ഹൃദയോന്നതി, ഹൃദയത്തിൻ്റെ ഉന്നതി. ഹൃദയോന്നതി, ഹൃദയത്തിൻ്റെ ഉന്നതി. നെന്മണി, നെല്ലിൻ്റെ മണി. നെന്മണി, നെല്ലിൻ്റെ മണി. അപ്പം തടിക്കഷ്ണം, തടിയുടെ കഷ്ണം. വഴിവിളക്ക്, വഴിയിലെ വിളക്ക്. കുപ്പിവള, കുപ്പി കൊണ്ടുള്ള വള. കോപാശ്രു, കോപം കൊണ്ടുള്ള അശ്രു. യമുനാ തീരം, യമുനയുടെ തീരം. ഹൃദയോന്നതി, ഹൃദയത്തിൻ്റെ ഉന്നതി. നെന്മണി, നെല്ലിൻ്റെ മണി. നെന്മണി, നെല്ലിൻ്റെ മണി. അടുത്തത് വൃക്ഷക്കൊമ്പ്, വൃക്ഷത്തിൻ്റെ കൊമ്പാണ് വൃക്ഷക്കൊമ്പ്. തോൾവള, തോളിലെ വളയാണ്. തോൾവള, തോളിലെ വള. ഹോമപ്പുര, ഹോമത്തിനുള്ള പുര. ഹോമപ്പുര, ഹോമത്തിനുള്ള പുര. ഗംഗാതീരം, ഗംഗയുടെ തീരം. ഗംഗാതീരം, ഗംഗയുടെ തീരം. പൂമ്പൊടി, പൂവിലെ പൊടി. പൂമ്പൊടി, പൂവിലെ പൊടി. ചക്കരക്കൊല്ലി, ചക്കരയെ കൊല്ലുന്നത് ചക്കരക്കൊല്ലി. ചക്കരയെ കൊല്ലുന്നത് ചക്കരക്കൊല്ലി. ചേങ്ങില മുഴക്കം, ചേങ്ങിലയുടെ മുഴക്കമാണ് ചേങ്ങില മുഴക്കം. ചേങ്ങിലയുടെ മുഴക്കം. ഇപ്പൊ വൃക്ഷക്കൊമ്പ്, വൃക്ഷത്തിൻ്റെ കൊമ്പ്. തോൾവള, തോളിലെ വള. ഹോമപ്പുര, ഹോമത്തിനുള്ള പുര. ഗംഗാതീരം, ഗംഗയുടെ തീരം. പൂമ്പൊടി, പൂവിലെ പൊടി. ചക്കരക്കൊല്ലി, ചക്കരയെ കൊല്ലുന്നത്. ചേങ്ങില മുഴക്കം, ചേങ്ങിലയുടെ മുഴക്കം. ക്ലിയർ അല്ലേ? അടുത്ത ശ്രദ്ധിക്കാം. സ്വർഗോദ്യാനം, സ്വർഗോദ്യാനം, സ്വർഗത്തിലെ ഉദ്യാനം എന്നാണ്. സ്വർഗോദ്യാനം, സ്വർഗത്തിലെ ഉദ്യാനം. ചന്ദനക്കട്ടിൽ, ചന്ദനം കൊണ്ടുള്ള കട്ടിലാണ് ചന്ദനക്കട്ടിൽ. ചന്ദനക്കട്ടിൽ, ചന്ദനം കൊണ്ടുള്ള കട്ടിൽ. ഹൃദയഭേദകം, ഹൃദയത്തെ ഭേദിക്കുന്നത് ഹൃദയഭേദകം. ഹൃദയഭേദകം, ഹൃദയത്തെ ഭേദിക്കുന്നത്. മനോരമ്യം, മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ്യം. മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ്യം. ഭ്രാതൃഭക്തി, ഭ്രാതാവിനോടുള്ള ഭക്തിയാ ഭ്രാതൃഭക്തി. ഭ്രാതൃഭക്തി, ഭ്രാതാവിനോടുള്ള ഭക്തി. ജന്തുസ്നേഹം, ജന്തുവിനോടുള്ള സ്നേഹമാണ് ജന്തുസ്നേഹം. ജന്തുവിനോടുള്ള സ്നേഹമാണ് ജന്തുസ്നേഹം. കറിയുപ്പ്, കറി വയ്ക്കുന്നതിനുള്ള ഉപ്പ്. കറിയുപ്പ്, കറി വയ്ക്കുന്നതിനുള്ള ഉപ്പ്. അപ്പം നോക്കിയേ, സ്വർഗോദ്യാനം, സ്വർഗത്തിലെ ഉദ്യാനം. ചന്ദനക്കട്ടിൽ, ചന്ദനം കൊണ്ടുള്ള കട്ടിൽ. ഹൃദയഭേദകം, ഹൃദയത്തെ ഭേദിക്കുന്നത്. മനോരമ്യം, മനസ്സിനെ രമിപ്പിക്കുന്നത്. ഭ്രാതൃഭക്തി, ഭ്രാതാവിനോടുള്ള ഭക്തി. ജന്തുസ്നേഹം, ജന്തുവിനോടുള്ള സ്നേഹം. കറിയുപ്പ്, കറി വയ്ക്കുന്നതിനുള്ള ഉപ്പ്. ക്ലിയർ ആയല്ലോ? അടുത്ത കുളമ്പടി ശബ്ദം. കുളമ്പടിയുടെ ശബ്ദമാണ് കുളമ്പടി ശബ്ദം. കുളമ്പടിയുടെ ശബ്ദം, കുളമ്പടി ശബ്ദം. പല്ലവാകുലം, പല്ലവങ്ങളാൽ ആകുലമാണ് പല്ലവാകുലം. പല്ലവാകുലം, പല്ലവങ്ങളാൽ ആകുലം. പ്രകൃതി വിലാസം, പ്രകൃതിയുടെ വിലാസം. പ്രകൃതി വിലാസം, പ്രകൃതിയുടെ വിലാസം. മനസ്സിണക്കം, മനസ്സിൻ്റെ ഇണക്കമാണ് മനസ്സിണക്കം. മനസ്സിൻ്റെ ഇണക്കം.
ഭാവരസങ്ങൾ ഭാവവും രസവും, ഭാവരസങ്ങൾ ഭാവവും രസവും. താളലയങ്ങൾ താളവും ലയവും, താളലയങ്ങൾ താളവും ലയവും. ആചാരാനുഷ്ഠാനങ്ങൾ ആചാരവും അനുഷ്ഠാനവും, ആചാരവും അനുഷ്ഠാനവും. കുളമ്പടി നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് അത് ബഹുവചന രൂപത്തിലുള്ള പദം, പക്ഷെ നമ്മൾ ഘടകപദങ്ങളാക്കുമ്പോൾ അത് ഏകവചനമായിട്ട് ഘടകപദങ്ങളാക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ താളലയങ്ങൾ താളവും ലയവും, ഭാവരസങ്ങൾ ഭാവവും രസവും, ആചാരാനുഷ്ഠാനങ്ങൾ ആചാരവും അനുഷ്ഠാനം. പക്ഷെ ഒരു പരീക്ഷയ്ക്ക് കേട്ടറ്റിൻ്റെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ അവർ തന്നിരുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേലായിരുന്നു ഓപ്ഷനകത്ത്, വേറെ ആചാരാനുഷ്ഠാനവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം കറക്റ്റായിട്ട് PSC ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നുള്ളതാണ് കറക്റ്റ് ചെയ്തത്. ഓക്കെ, പക്ഷേ നമ്മളെപ്പോഴും ഏകവചനമായിട്ട് തന്നെ അതിനെ ഘടകപദങ്ങളാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുളമ്പടി ശബ്ദം, കുളമ്പടിയുടെ ശബ്ദം. പല്ലവാകുലം പല്ലവങ്ങളാൽ ആകുലം. പ്രകൃതി വിലാസം പ്രകൃതിയുടെ വിലാസം. മനസ്സിനിണക്കം മനസ്സിൻ്റെ ഇണക്കം. ഭാവരസങ്ങൾ ഭാവവും രസവും. താളലയങ്ങൾ താളവും ലയവും. ആചാരാനുഷ്ഠാനങ്ങൾ ആചാരവും അനുഷ്ഠാനവും. വെൺമേഘം വെളുത്തതായ മേഘം, വെൺമേഘം വെളുത്തതായ മേഘം. നിറം വരുമ്പം ആയ എന്ന് ചേർത്ത് ഘടകപദങ്ങളാക്കാവുന്നതാണ് ഏറ്റവും അനുയോജ്യം. കരിമുകിൽ കറുത്തതായ മുകിൽ. 1008 1000ഉം 8ഉം. ഭാഷാ സാഹിത്യങ്ങൾ ഭാഷയും സാഹിത്യവും. ചെന്താമര ചുവന്നതായ താമര, ചുവന്നതായ താമര. മിഥ്യാബോധം മിഥ്യയായ ബോധം. ദിനരാത്രങ്ങൾ ദിനവും രാത്രവും. ഗജാശ്വരഥങ്ങൾ ഗജവും അശ്വവും രഥവും, ഗജവും അശ്വവും രഥവും. ഓക്കെ, വെൺമേഘം വെളുത്തതായ മേഘം. കരിമുകിൽ കറുത്തതായ മുകിൽ. 1008 1000ഉം 8ഉം. ഭാഷാ സാഹിത്യങ്ങൾ ഭാഷയും സാഹിത്യവും. ചെന്താമര ചുവന്നതായ താമര. മിഥ്യാബോധം മിഥ്യയായ ബോധം. ദിനരാത്രങ്ങൾ ദിനവും രാത്രവും. ഗജാശ്വരഥങ്ങൾ ഗജവും അശ്വവും രഥവും. ഗീതവാദ്യങ്ങൾ ഗീതവും വാദ്യവും, ഗീതവും വാദ്യവും. ഏകാന്ത സ്ഥലം ഏകാന്തമായ സ്ഥലം, ഏകാന്തമായ സ്ഥലം. ഉഗ്രശബ്ദം ഉഗ്രമായ ശബ്ദം, ഉഗ്രശബ്ദം ഉഗ്രമായ ശബ്ദം. സ്ഥലകാലങ്ങൾ സ്ഥലവും കാലവും, സ്ഥലകാലങ്ങൾ സ്ഥലവും കാലവും. ദിനരാത്രങ്ങളോ ദിനവും രാത്രവും. ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും. വിജന പ്രദേശം വിജനമായ പ്രദേശം. അപ്പൊ ഗീതവാദ്യങ്ങൾ ഗീതവും വാദ്യവും. ഏകാന്ത സ്ഥലം ഏകാന്തമായ സ്ഥലം. ഉഗ്രശബ്ദം ഉഗ്രമായ ശബ്ദം. സ്ഥലകാലങ്ങൾ സ്ഥലവും കാലവും. ദിനരാത്രങ്ങൾ ദിനവും രാത്രവും. ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും. വിജന പ്രദേശം വിജനമായ പ്രദേശം. ക്ലിയർ ആയല്ലോ? ഉജ്ജ്വലാദർശനം. ഉജ്ജ്വലമായ ആദർശമാണ് ഉജ്ജ്വലാദർശനം. ഉജ്ജ്വലാദർശനം വേണ്ട, ഉജ്ജ്വലാദർശം കേട്ടോ. മാതാപിതാക്കൾ മാതാവും പിതാവും. സഹോദരി സഹോദരന്മാർ സഹോദരിയും സഹോദരനും. കാലദേശങ്ങൾ കാലവും ദേശവും. താളമേളങ്ങൾ താളവും മേളവും. സൂര്യചന്ദ്രന്മാർ സൂര്യനും ചന്ദ്രനും. പച്ചപ്പട്ട് പച്ചയായ പട്ട്. അപ്പോൾ ഉജ്ജ്വലാദർശം ഉജ്ജ്വലമായ ആദർശം. മാതാപിതാക്കൾ മാതാവും പിതാവും. സഹോദരി സഹോദരന്മാർ സഹോദരിയും സഹോദരനും. കാലദേശങ്ങൾ കാലവും ദേശവും. താളമേളങ്ങൾ താളവും മേളവും. സൂര്യചന്ദ്രന്മാർ സൂര്യനും ചന്ദ്രനും. പച്ചപ്പട്ട് പച്ചയായ പട്ട്. ക്ലിയർ ആയല്ലോ? കോമള രൂപം കോമളമായ രൂപം. തീവ്രവേദന തീവ്രമായ വേദന. നീലാകാശം നീലയായ ആകാശം. പഞ്ചതന്ത്രം 5 തന്ത്രം. മൂവർണം 3 വർണ്ണം. നവധാന്യങ്ങൾ 9 ധാന്യങ്ങൾ. പഞ്ചബാണം 5 ബാണം. അഷ്ടാംഗം 8 അംഗം. അപ്പം എങ്ങനെയാണ് നമ്മൾ പിരിച്ചത്? കോമള രൂപം കോമളമായ രൂപം. തീവ്രവേദന തീവ്രമായ വേദന. നീലാകാശം നീലയായ ആകാശം.
പഞ്ചതന്ത്രം 5 തന്ത്രം, മൂവർണം 3 വർണ്ണം, നവധാന്യങ്ങൾ 9 ധാന്യങ്ങൾ, പഞ്ചബാണം 5 ബാണം, അഷ്ടാംഗം 8 അംഗം. ഓക്കെ. സപ്തവർണം. സപ്തവർണം 7 വർണ്ണമാണ്. സപ്തവർണം 7 വർണ്ണം. നാൻമുഖൻ 4 മുഖമുള്ളവൻ. നാൻമുഖൻ 4 മുഖമുള്ളവൻ. അഷ്ടാവക്രൻ ശരീരത്തിൽ 8 വളവുകൾ ഉള്ളവനെയാണ് അഷ്ടാവക്രൻ എന്ന് പറയുന്നത്. ഹതാശൻ ഹതമായ ആശയോട് കൂടിയവൻ ഹതാശൻ. ചന്ദ്രമുഖി ചന്ദ്രനെ പോലെയുള്ള മുഖമുള്ളവൾ ചന്ദ്രമുഖി. മഞ്ജുള വാണിമാർ മഞ്ജുളമായ വാണിയോട് കൂടിയവർ. ഭൂപതി തിലകം ഭൂപതിമാരിൽ തിലകം. അപ്പോൾ സപ്തവർണം 7 വർണ്ണം. നാൻമുഖൻ 4 മുഖമുള്ളവൻ. അഷ്ടാവക്രൻ ശരീരത്തിൽ 8 വളവുകളുള്ളവൻ. ഹതാശൻ ഹതമായ ആശയോട് കൂടിയവൻ. ചന്ദ്രമുഖി ചന്ദ്രനെ പോലെയുള്ള മുഖം ഉള്ളവൾ. മഞ്ജുള വാണിമാർ മഞ്ജുളമായ വാണിയോട് കൂടിയവർ. ഭൂപതി തിലകം ഭൂപതിമാരിൽ തിലകം. ക്ലിയർ ആയല്ലോ. പാംസു സ്നാനം. പാംസുവാൽ സ്നാനം. പാംസുവാൽ സ്നാനം. സ്വച്ഛജലം സ്വച്ഛമായ ജലം. സ്വച്ഛജലം സ്വച്ഛമായ ജലം. ധരണീപതി ധരണിയുടെ പതി. ധരണീപതി ധരണിയുടെ പതി. ലളിതഗാനം ലളിതമായ ഗാനം. ദൈവകൃപ ദൈവത്തിൻ്റെ കൃപ. ദൈവകൃപ ദൈവത്തിൻ്റെ കൃപ. ചർച്ചാവേദി ചർച്ചയ്ക്കുള്ള വേദി. സവാരിവടി സവാരിക്കുള്ള വടി. ഇന്ദ്രിയ ഘടന ഇന്ദ്രിയത്തിൻ്റെ ഘടന. അപ്പം പാംസു സ്നാനം പാംസുവാൾ സ്നാനം. സ്വച്ഛജലം സ്വച്ഛമായ ജലം. ധരണീപതി ധരണിയുടെ പതി. ലളിതഗാനം ലളിതമായ ഗാനം. ദൈവകൃപ ദൈവത്തിൻ്റെ കൃപ. ചർച്ചാവേദി ചർച്ചയ്ക്കുള്ള വേദി. സവാരിവടി സവാരിക്കുള്ള വടി. ഇന്ദ്രിയ ഘടന ഇന്ദ്രിയത്തിൻ്റെ ഘടന. പകലിരവ്. പകലും ഇരവും. പകലിരവ് പകലും ഇരവും. ദീപാലങ്കാരം ദീപങ്ങളാൽ അലങ്കാരം. ദീപാലങ്കാരം ദീപങ്ങളാൽ അലങ്കാരം. ഭൈമീഗൃഹം ഭൈമിയുടെ ഗൃഹം. ഭൈമിയുടെ ഗൃഹം. സപ്തസ്വരം 7 സ്വരം. ലോകഗൃഹം ലോഹം കൊണ്ടുള്ള ഗൃഹം. ലോഹഗൃഹമാണ് ലോഹ. അപ്പം ലോഹം കൊണ്ടുള്ള ഗൃഹം. നീലകണ്ഠ ശൈലം നീലകണ്ഠൻ്റെ ശൈലം. സ്വർണ്ണ നിറം സ്വർണത്തിൻ്റെ നിറം. കൗമാര യൗവനങ്ങൾ കൗമാരവും യൗവനവും. അപ്പോൾ പകലിരവ് പകലും ഇരവും. ദീപാലങ്കാരം ദീപങ്ങൾ അലങ്കാരം എന്നാണ്. ഭൈമീഗൃഹം ഭൈമിയുടെ ഗൃഹം. സപ്തസ്വരം 7 സ്വരം. ലോഹഗൃഹം ലോഹം കൊണ്ടുള്ള ഗൃഹം. നീലകണ്ഠ ശൈലം നീലകണ്ഠൻ്റെ ശൈലം. സ്വർണ്ണ നിറം സ്വർണത്തിൻ്റെ നിറം. കൗമാര യൗവനങ്ങൾ കൗമാരവും യൗവനവും. ശാരീരിക ക്ഷമത. ശാരീരികമായ ക്ഷമത. താമ്പൂലപ്രിയ താമ്പൂലത്തോട് പ്രിയമുള്ളവൾ. താമ്പൂലപ്രിയ താമ്പൂലത്തോട് പ്രിയമുള്ളവൾ. വാസനാവികൃതി വാസനയാൽ വികൃതി വാസന കൊണ്ട് വികൃതി. കരാരവിന്ദം കരമാകുന്ന അരവിന്ദം അല്ലെങ്കിൽ അരവിന്ദം പോലുള്ള കരം. ഭീകര പ്രതിസന്ധി ഭീകരമായ പ്രതിസന്ധി. പ്രഥമപുത്രൻ പ്രഥമനായ പുത്രൻ അല്ലെങ്കിൽ ആദ്യപുത്രൻ. അപ്പം ശാരീരിക ക്ഷമത ശാരീരികമായ ക്ഷമത. താമ്പൂലപ്രിയ താമ്പൂലത്തോട് പ്രിയമുള്ളവൾ. വാസനാവികൃതി വാസനയാൽ വികൃതി അല്ലെങ്കിൽ വാസന കൊണ്ട് വികൃതി. കരാരവിന്ദം കരമാകുന്ന അരവിന്ദം അല്ലെങ്കിൽ അരവിന്ദം പോലുള്ള കരം. ഭീകര പ്രതിസന്ധി ഭീകരമായ പ്രതിസന്ധി. പ്രഥമപുത്രൻ പ്രഥമനായ പുത്രൻ അല്ലെങ്കിൽ ആദ്യ പുത്രൻ. വേദപാരംഗതൻ വേദത്തിൽ പാരംഗമിച്ചവൻ. കല്യാണവേഷം കല്യാണത്തിനുള്ള വേഷം. പാദധൂളി പാദത്തിലെ ധൂളി. കണ്ണീർ മഴ കണ്ണീരാകുന്ന മഴ. കരുണാർദ്രം കരുണയാൽ ആർദ്രം.
പ്രപഞ്ചവിധാനം, പ്രപഞ്ചത്തിൻ്റെ വിധാനം. സ്നേഹാർഹൻ, സ്നേഹത്തിന് അർഹൻ. കാലഗതി, കാലത്തിൻ്റെ ഗതി. അപ്പം വേദപാരംഗതൻ, വേദത്തിൽ പാരംഗമിച്ചവൻ. കല്യാണവേഷം, കല്യാണത്തിനുള്ള വേഷം. പാദധൂളി, പാദത്തിലെ ധൂളി. കണ്ണീർ മഴ, കണ്ണീരാകുന്ന മഴ. കരുണാർദ്രം, കരുണയാൽ ആർദ്രം. പ്രപഞ്ചവിധാനം, പ്രപഞ്ചത്തിൻ്റെ വിധാനം. സ്നേഹാർഹൻ, സ്നേഹത്തിന് അർഹൻ. കാലഗതി, കാലത്തിൻ്റെ ഗതി. പ്രകൃത്യംബ, പ്രകൃതിയാകുന്ന അമ്പ. പ്രകൃത്യംബ, പ്രകൃതിയാകുന്ന അമ്പ. ദേവഭാഷാമൃതം, ദേവഭാഷയാകുന്ന അമൃതം. ദേവഭാഷാമൃതം, ദേവഭാഷയാകുന്ന അമൃതം. മധുരകാകളി, മധുരമായ കാകളി. മധുരകാകളി, മധുരമായ കാകളി. വികാരസാന്ദ്രം, വികാരത്താൽ സാന്ദ്രം. വികാരസാന്ദ്രം, വികാരത്താൽ സാന്ദ്രം. വെള്ളില വള്ളി, വെള്ളിലകളുള്ള വള്ളിയാണ് വെള്ളിലവള്ളി. പവിഴച്ചുണ്ട്, പവിഴം പോലുള്ള ചുണ്ട്. പൂമ്പൊടി, പൂവിലെ പൊടി. പൂവിൻ്റെ നിഴത്, പൂവിലെ പൊടി. തളിർമേനി, തളിര് പോലെയുള്ള മേനി. അപ്പം പ്രകൃത്യംബ, പ്രകൃതിയാകുന്ന അമ്പ. ദേവഭാഷാമൃതം, ദേവഭാഷയാകുന്ന അമൃതം. മധുരകാകളി, മധുരമായ കാകളി. വികാരസാന്ദ്രം, വികാരത്താൽ സാന്ദ്രം. വെള്ളിലവള്ളി, വെള്ളിലകളുള്ള വള്ളി. പവിഴച്ചുണ്ട്, പവിഴം പോലുള്ള ചുണ്ട്. പൂമ്പൊടി, പൂവിലെ പൊടി. തളിർമേനി, തളിര് പോലെയുള്ള മേനി. തേൻമൊഴി, തേൻ പോലെയുള്ള മൊഴി. ശിലാഹൃദയം, ശില പോലുള്ള ഹൃദയം. മലകയറ്റം, മലയിൽ കയറ്റം. കണ്ട, മലകയറ്റം, മലയിൽ കയറ്റം. തെങ്ങ് കയറ്റം എങ്ങനെയായിരിക്കും? തെങ്ങിൽ കയറ്റം. തീപ്പെട്ടി, തീ ഉണ്ടാക്കാനുള്ള പെട്ടി. എലിപ്പത്തായം, എലിയെ പിടിക്കാനുള്ള പത്തായമാണ് എലിപ്പത്തായം. പഴക്കടയോ, പഴം വിൽക്കുന്ന കടയാണ് പഴക്കട. മണ്ണെണ്ണ, മണ്ണിൽ നിന്നും എടുക്കുന്ന എണ്ണയാണ് മണ്ണെണ്ണ. അപ്പോൾ തേൻമൊഴി, തേൻ പോലെയുള്ള മൊഴി, തേൻമൊഴി. ശിലാഹൃദയം, ശില പോലെയുള്ള ഹൃദയം, ശിലാഹൃദയം. മലകയറ്റം, മലയിൽ കയറ്റം. തെങ്ങ് കയറ്റം, തെങ്ങിൽ കയറ്റം. തീപ്പെട്ടി, തീ ഉണ്ടാക്കാനുള്ള പെട്ടി. എലിപ്പത്തായം, എലിയെ പിടിക്കാനുള്ള പത്തായം. പഴക്കട, പഴം വിൽക്കുന്ന കട. മണ്ണെണ്ണ, മണ്ണിൽ നിന്നെടുക്കുന്ന എണ്ണ. ഓക്കെ അല്ലേ? രാത്രിമഴ, രാത്രിയിൽ പെയ്യുന്ന മഴയാണ് രാത്രിമഴ. തീവണ്ടി, തീയാൽ ഓടുന്ന വണ്ടി തീവണ്ടി. വിദ്യാധനം, വിദ്യയാകുന്ന ധനമാണ്. കാലചക്രം, കാലമാകുന്ന ചക്രം. കാലചക്രം, കാലമാകുന്ന ചക്രം. മുഖകമലം, മുഖമാകുന്ന കമലം. മുഖകമലം, മുഖമാകുന്ന കമലം. നയനേന്ദ്രിയം, നയനം എന്ന ഇന്ദ്രിയം. നയനേന്ദ്രിയം, നയനം എന്ന ഇന്ദ്രിയം. ഗംഗാനദി, ഗംഗ എന്ന നദി. ഗംഗ എന്ന നദി. രാത്രി മഴ, രാത്രിയിൽ പെയ്യുന്ന മഴ. തീവണ്ടി, തീയാൽ ഓടുന്ന വണ്ടി. വിദ്യാധനം, വിദ്യയാകുന്ന ധനം. കാലചക്രം, കാലമാകുന്ന ചക്രം. മുഖകമലം, മുഖമാകുന്ന കമലം. നയനേന്ദ്രിയം, നയനം എന്ന ഇന്ദ്രിയം. ഗംഗാനദി, ഗംഗ എന്ന നദി. ഓക്കെ അല്ലേ? കുളക്കോഴി, കുളക്കോഴി, കുളത്തിലെ കോഴിയാണ് കുളക്കോഴി. പിതൃതർപ്പണം, പിതൃക്കൾക്കുള്ള തർപ്പണമാണ് അല്ലേ? പിതൃക്കൾക്ക് തർപ്പണം. ഗുരുദക്ഷിണ, ഗുരുവിന് ദക്ഷിണയാണ്. ആചാരാനുസരണം, ആചാരങ്ങൾക്ക് അനുസരണം. ആചാരാനുസരണം, ആചാരങ്ങൾക്ക് അനുസരണം. മഞ്ഞക്കിളി, മഞ്ഞയായ കിളി. മഞ്ഞക്കിളി, മഞ്ഞയായ കിളി. മഹർഷി, മഹാനായ ഋഷിയാണ് മഹർഷി. ധീരപുത്രൻ, ധീരനായ പുത്രനാണ് ധീരപുത്രൻ. സ്വർണ്ണക്കമ്മൽ, സ്വർണത്താലുള്ള കമ്മലാണ് സ്വർണ്ണക്കമ്മൽ. അപ്പോൾ കുളക്കോഴി, കുളത്തിലെ കോഴിയാണ് കുളക്കോഴി. പിതൃതർപ്പണം, പിതൃക്കൾക്കുള്ള തർപ്പണമാണ് പിതൃതർപ്പണം. ഗുരുദക്ഷിണ, ഗുരുവിന് ദക്ഷിണയാണ് ഗുരുദക്ഷിണ. ആചാരാനുസരണം, ആചാരങ്ങൾക്ക് അനുസരണം. മഞ്ഞക്കിളി, മഞ്ഞയായ കിളി. മഹർഷി, മഹാനായ ഋഷി. ധീരപുത്രൻ, ധീരനായ പുത്രൻ. സ്വർണ്ണക്കമ്മൽ, സ്വർണത്താലുള്ള കമ്മൽ. ക്ലിയർ ആയല്ലോ? പിതൃതർപ്പണം, പിതൃക്കൾക്ക് തർപ്പണം. ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം. കൈമുട്ട്, കയ്യിലെ മുട്ട്. യാത്രാക്ഷീണം, യാത്ര കൊണ്ടുള്ള ക്ഷീണം.
വാഗർത്ഥങ്ങൾ വാക്കും അർത്ഥവും. വാഗർത്ഥങ്ങൾ എങ്ങനെയാണ്? വാക്കും അർത്ഥവും. ധനധനാദികൾ ധാന്യം ധനം ആദിയായവ. ധാന്യധനാദികൾ കേട്ടോ. ഓക്കെ, ധാന്യം ധനം ആദിയായവ. ആട്ടുകട്ടിൽ ആടുന്ന കട്ടിൽ. നോക്കിയേ, പിതൃതർപ്പണം പിതൃക്കൾക്ക് തർപ്പണം. ദേശസ്നേഹം ദേശത്തോടുള്ള സ്നേഹം. കൈമുട്ട് കയ്യിലെ മുട്ട്. യാത്രാക്ഷീണം യാത്ര കൊണ്ടുള്ള ക്ഷീണം. വാഗർത്ഥങ്ങൾ വാക്കും അർത്ഥവും. ധാന്യധനാദികൾ ധാന്യം ധനം ആദിയായവ. ആട്ടുകട്ടിൽ ആടുന്ന കട്ടില്. നോക്കിക്കേ, കൂപമണ്ഡൂകം. കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ കൂപത്തിലെ മണ്ഡൂകം. കൂപം കിണറാണ്, മണ്ഡൂകം തവളയാണ്. കിണറ്റിലെ തവള അല്ലേ? കൂപമണ്ഡൂകം കൂപത്തിലെ മണ്ഡൂകം. ആമരണം മരണം വരെ. ആമരണം മരണം വരെ. പഞ്ചലോഹ വിഗ്രഹം പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹമാണ് പഞ്ചലോഹ വിഗ്രഹം. പഞ്ചലോഹ വിഗ്രഹം പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം. മനഃശാസ്ത്രജ്ഞൻ മനഃശാസ്ത്രം അറിയാവുന്നവനെയാ മനഃശാസ്ത്രജ്ഞൻ. മനഃശാസ്ത്രം അറിയാവുന്നവൻ മനഃശാസ്ത്രജ്ഞൻ. ദേശീയം ദേശീയത്തെ സംബന്ധിക്കുന്നത് ദേശീയം. ദേശത്തെ സംബന്ധിക്കുന്നത് എന്തോ അത് ദേശീയം. മയൂരവാഹനൻ മയൂരം വാഹനമായിട്ടുള്ളവനെയാണ് മയൂരവാഹനൻ എന്ന് പറയുന്നത്. പീതാംബരൻ പീതമായ അമ്പരം ധരിച്ചവനാണ്. അമ്പരം വസ്ത്രമാണ് അല്ലേ? അപ്പൊ നോക്കിയ, ദേശീയം ദേശത്തെ സംബന്ധിക്കുന്നത് എന്തോ അത് ദേശീയം. മയൂരവാഹനൻ മയൂരം വാഹനമായിട്ടുള്ളവൻ മയൂരവാഹനൻ. പീതാംബരൻ പീതമായ അമ്പരം ധരിച്ചവൻ പീതാംബരൻ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ചക്രപാണി. ചക്രപാണി എന്ന് പറഞ്ഞാൽ ചക്രം പാണിയിൽ ഉള്ളവനാണ് ചക്രപാണി. ചക്രം പാണിയിലുള്ളവൻ. ചക്രപാണിയിൽ ഇങ്ങനെ ചക്രം പാണിയിലുള്ള പാണി കൈ. ഓക്കെ, പങ്കജാക്ഷി പങ്കജം പോലെയുള്ള അക്ഷിയോട് കൂടിയവള്. അക്ഷി കണ്ണ്, പങ്കജം താമരയുടെ ഇതൾ അല്ലേ? താമര. അപ്പൊ പങ്കജം പോലെയുള്ള അക്ഷിയോട് കൂടിയവൾ പങ്കജാക്ഷി. നീലകണ്ഠൻ നീലയായ കണ്ഠത്തോട് കൂടിയവൻ നീലകണ്ഠൻ. ഗജാനനൻ ഗജത്തിന്റെ ആനനമുള്ളവൻ. ഗജം എന്താ? ആന. ആനനം മുഖം അല്ലെ? ഗജാനനൻ ഗജത്തിന്റെ ആനനം ഉള്ളവൻ. ചന്ദ്രമൗലി ചന്ദ്രൻ മൗലിൽ ഉള്ളവൻ ആരോ അവൻ. ചന്ദ്രമൗലി ചന്ദ്രൻ മൗലിയിൽ ഉള്ളവൻ ആരോ അവൻ. ശുദ്ധി വ്യഗ്രൻ ശുദ്ധിയിൽ വ്യഗ്രതയുള്ളവൻ ശുദ്ധി വ്യഗ്രൻ. സർവ സഹ സർവം സഹിക്കുന്നവള് സർവം സഹ. അപ്പൊ ചക്രപാണി എന്താ? ചക്രം പാണിയിലുള്ളവൻ. പങ്കജാക്ഷിയോ പങ്കജം പോലെയുള്ള അക്ഷിയോട് കൂടിയവള്. നീലകണ്ഠൻ നീലയായ കണ്ഠത്തോടു കൂടിയവൻ. ഗജാനനൻ ഗജത്തിന്റെ ആനനം ഉള്ളവൻ. ചന്ദ്രമൗലി ചന്ദ്രൻ മൗലിൽ ഉള്ളവൻ ആരോ അവൻ. ഓക്കെ, ശുദ്ധി വ്യഗ്രൻ ശുദ്ധിയിൽ വ്യഗ്രതയുള്ളവൻ ശുദ്ധി വ്യഗ്രൻ. സർവം സഹ സർവവും സഹിക്കുന്നവൻ ആരാണ്? സർവം സഹ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, മാമൂൽ പ്രിയൻ. മാമൂലിൽ പ്രിയമുള്ളവൻ മാമൂൽ പ്രിയൻ. ഹൃദയഹാരി ഹൃദയത്തെ ഹരിക്കുന്നത് ഹൃദയഹാരി. ഹതാശൻ ഹതമായ ആശയോട് കൂടിയവൻ ഹതാശൻ. ദത്തദൃഷ്ടി ദത്തമായ ദൃഷ്ടിയോട് കൂടിയവൻ ദത്തദൃഷ്ടി. ദത്തമായ ദൃഷ്ടിയോട് കൂടിയവൻ ദത്തദൃഷ്ടി. വിശ്വമോഹനം വിശ്വത്തെ മോഹിപ്പിക്കുന്നത് വിശ്വമോഹനം. വിശ്വത്തെ മോഹിപ്പിക്കുന്നത് വിശ്വമോഹനം. തപോധനൻ തപസ് ധനമായിട്ടുള്ളവൻ തപോധനൻ. തപസ് ധനമായിട്ടുള്ളവൻ തപോധനൻ. ശശധരം ശശത്തെ ധരിക്കുന്നത് ശശധരം. ശശത്തെ ധരിക്കുന്നത് ശശധരം. മാമൂൽ പ്രിയൻ മാമൂലിൽ പ്രിയമുള്ളവൻ. ഹൃദയഹാരി ഹൃദയത്തെ ഹരിക്കുന്നത്. ഹതാശൻ ഹതമായ ആശയോട് കൂടിയവൻ. ദത്തദൃഷ്ടി ദത്തമായ ദൃഷ്ടിയോട് കൂടിയവൻ. വിശ്വമോഹനം വിശ്വത്തെ മോഹിപ്പിക്കുന്നത്. തപോധനൻ തപസ് ധനമായിട്ടുള്ളവൻ. ശശധരം ശശത്തെ ധരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പാംസുസ്നാൻ പാംസുവാൽ സ്നാനം ചെയ്യപ്പെട്ടവനാണ് പാംസുസ്നാൻ. പാംസുസ്നാൻ പാംസുവാൽ സ്നാനം ചെയ്യപ്പെട്ടവൻ. ധ്യാനശീലൻ ധ്യാനം ശീലമാക്കിയിട്ടുള്ളവൻ ധ്യാനശീലൻ. ധ്യാനം ശീലമാക്കിയിട്ടുള്ളവൻ ധ്യാനശീലൻ. ഗോപാലൻ ഗോക്കളെ പാലിക്കുന്നവനാണ് ഗോപാലൻ. ഗോക്കളെ പാലിക്കുന്നവൻ ഗോപാലൻ. അന്വർത്ഥനാമാവ് അന്വർത്ഥനാമാവ് അന്വർത്ഥമായ
നാമത്തോടു കൂടിയവനെയാണ് അന്വർത്ഥനാമാവ് എന്ന് പറയുന്നത്. അന്വർത്ഥനാമാവ്. സ്ഥിരാത്മൻ, സ്ഥിരമായ ആത്മാവോട് കൂടിയവൻ സ്ഥിരാമൻ, സ്ഥിരമായ ആത്മാവോട് കൂടിയവൻ സ്ഥിരാത്മൻ. കൃശാങ്കൻ, കൃശമായ അംഗമുള്ളവൻ കൃശാങ്കൻ, കൃശമായ അംഗമുള്ളവൻ കൃശാങ്കൻ. അപ്പൊ പാംസുസ്നാൻ, പാംസുവാൽ സ്നാനം ചെയ്യപ്പെട്ടവൻ. ധ്യാനശീലൻ, ധ്യാനം ശീലമാക്കിയിട്ടുള്ളവൻ. ഗോപാലൻ, ഗോക്കളെ പാലിക്കുന്നവൻ. അന്വർത്ഥനാമാവ്, അന്വർത്ഥമായ നാമത്തോടു കൂടിയവൻ. സ്ഥിരാത്മൻ, സ്ഥിരമായ ആത്മാവോട് കൂടിയവൻ. കൃശാങ്കൻ, കൃശാങ്കൻ, കൃശമായ അംഗമുള്ളവൻ കൃശാങ്കൻ. നോക്കിക്കേ, ചിരഞ്ജീവി. ചിരഞ്ജീവി ചിരകാലം ജീവിക്കുന്നവനാണ് ചിരഞ്ജീവി, ചിരകാലം ജീവിക്കുന്നവൻ ചിരഞ്ജീവി. കൊണ്ടൽ വേണി, കൊണ്ടൽ പോലെയുള്ള വേണിയുള്ളവൾ കൊണ്ടൽ വേണി, കൊണ്ടൽ വേണി, കൊണ്ടൽ പോലെയുള്ള വേണിയുള്ളവൾ. ആയുധപാണി, ആയുധം പാണിയിലുള്ളവനാണ് ആയുധപാണി, ആയുധം പാണിയിലുള്ളവൻ ആയുധപാണി. വേദശാസ്ത്ര പാരംഗതൻ, വേദശാസ്ത്രങ്ങളിൽ പാരംഗതനായവൻ, പാരംഗതനായവൻ. കഞ്ച നേർമിഴി, കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ കഞ്ച നേർമിഴി. അബ്ജദളാക്ഷൻ, അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. അബ്ജദളാക്ഷൻ, അബ്ജ എന്ന് വെച്ചാൽ താമര കേട്ടോ. അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. അപ്പൊ ചിരഞ്ജീവിയോ ചിരകാലം ജീവിക്കുന്നവൻ ചിരഞ്ജീവി. കൊണ്ടൽ വേണി, കൊണ്ടൽ പോലെയുള്ള വേണിയുള്ളവള്. ആയുധപാണിയോ ആയുധം പാണിയിലുള്ളവനാണ്. വേദശാസ്ത്ര പാരംഗതൻ, വേദശാസ്ത്രങ്ങളിൽ പാരംഗതനായവൻ. കഞ്ച നേർമിഴി, കഞ്ചത്തോട് നേരായ മിഴിയുള്ളവള്. അബ്ജദളാക്ഷൻ, അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തുവാ പദനിഷ്ഠാനം അല്ലേ, പദനിഷ്ഠാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പദനിഷ്ഠാനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇങ്ങനെ അതായത് നമ്മൾ വിഗ്രഹിച്ചെഴുതുന്നതും ഇനി ചേർത്തെഴുതും പിരിച്ചെഴുത്തും ഒക്കെയാണ് അതിൽ വരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.